നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴത്തിൽ NDA സർക്കാരിനെതിരെ അണിനിരക്കുന്നത് വർദ്ധിച്ച ആത്മവിശ്വാസമുള്ള പ്രതിപക്ഷം. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉയർത്തെഴുന്നേൽപ്പ് നൽകിയത് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രകളോ? സുബീഷ്, നാളെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രത്തിലേക്ക് നടന്നു കയറുകയാണ് അല്ലേ? മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുന്നു. ഒരുപക്ഷെ നെഹ്റുവിന് ശേഷം ആദ്യം. പക്ഷേ മോദിയുടെ മുഖത്ത് അത്ര കണ്ട് സന്തോഷമില്ല. കാരണം 400 സീറ്റ് നേടി വലിയ ഭൂരിപക്ഷത്തോടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ BJP എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെ സ്വപ്നം. അങ്ങനെ ഒരു ജനവിധി ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദിയെ BJPയെ സംബന്ധിച്ച് സന്തോഷക്കുറവിനുള്ള പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഒരു ജനവിധി ഉണ്ടാക്കുന്നതിൽ ഞാൻ പറയും ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷത്തിൻ്റെ ഐക്യനിരയ്ക്ക് വലിയ പങ്കുണ്ട്. അതായത് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് 2019 2014 ഒക്കെ നമ്മൾ കണ്ടതെന്താണ്? മോദി പ്രഭാവത്തിൽ ചിന്നിച്ചിതറിപ്പോകുന്നൊരു പ്രതിപക്ഷത്തെയാണ്. നരേന്ദ്രമോദി സൃഷ്ടിക്കുന്ന അജണ്ട, അതിന് പിന്നാലെ പോകുന്ന പ്രതിപക്ഷത്തെയാണ് നാം കണ്ടതെങ്കിൽ ഇത്തവണ ഇന്ത്യ മുന്നണി എന്നൊരു ഐക്യ കൂട്ടായ്മ ഉണ്ടാക്കുന്നു. ആ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഞാൻ പറയുന്നത് ഒന്നാം ഘട്ടം വോട്ടെടുപ്പിന് ശേഷമാണ് കുറെ കൂടി ഊർജ്ജസ്വലതയോടെ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയത്. അതിന് മുൻപ് തന്നെ ഈ ഒരു ആവേശം കാണിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ വന്ന ജനവിധി ആയിരിക്കില്ല ഒരു പക്ഷേ വരിക. അതെ, കുറെ കൂടി സീറ്റുകൾ കിട്ടിയേനെ. അത് സായി പറഞ്ഞത് 100% ശരിയാണ്. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒന്നാം ഘട്ടം പിന്നിട്ടപ്പോൾ മുതൽക്കാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ വല്ലാതെ ഉയർന്നതായി നമുക്ക് ഫീൽ ചെയ്തത്. നമ്മൾ അതേക്കുറിച്ച് ഏറെ നാളുകൾ സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനി അതിലേക്ക് പോകേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് സായി? ഇപ്പോൾ സായി പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെ 2014 എന്തായിരുന്നു നരേന്ദ്രമോദി? 2019 4,79,505 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി വാരാണസിയിൽ നിന്നും ജയിച്ചു കയറി വന്ന പാർലമെൻറ്റിലേക്ക് വന്ന നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇല്ലാതിരുന്ന ഒരു അധൈര്യം, ഒരു ആത്മവിശ്വാസമില്ലായ്മ ഇന്ന് നരേന്ദ്രമോദിയുടെ മുഖത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒന്നാം ഘട്ടം പിന്നിട്ടപ്പോൾ നമ്മൾ പറഞ്ഞു, വർദ്ധിത വീര്യത്തോടുകൂടി ഇരച്ചു കയറി മുന്നിലേക്ക് വരുന്ന ഇന്ത്യ സഖ്യത്തെ നമ്മൾ കണ്ടു. ഇന്നും ഇപ്പോൾ അവരുടെ മുഖത്താണ് ഈ ആത്മവിശ്വാസം തുളുമ്പി നിൽക്കുന്നത്. കാരണം അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 4,79,505 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് വാരാണസിയിൽ നിന്നും ജയിച്ചു കയറി 2019 വന്ന, 2014 നമ്മൾ പോകുന്നില്ല, 2019 അത്രയും ഭൂരിപക്ഷം നേടി പാർലമെൻറ്റിലേക്ക് വന്ന നരേന്ദ്രമോദിയെയല്ല ഇന്ന് പ്രതിപക്ഷത്തിന് നേരിടാനുള്ളത്. ഇപ്പോൾ UPയിൽ ഏറ്റവും പ്രമുഖരായ ഇപ്പോൾ രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, അഖിലേഷിൻ്റെ ഭാര്യ കൂടിയായ ഡിംപിൾ യാദവ്, എന്തിനേറെ കിശോരിലാൽ ശർമ്മ, കിശോരിലാൽ ശർമ്മ നേടിയ ഭൂരിപക്ഷത്തെക്കാൾ പിന്നിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയെയാണ് ഇന്ന് ഭരണപക്ഷത്ത് കാണുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 3,90,030 റായ്ബറേലിയിൽ. ഡിംപിൾ യാദവിന് കിട്ടിയ ഭൂരിപക്ഷം 2,21,639 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മെയിൻപുരിയിൽ. UPയിൽ രാഹുലിനാണ് ഏറ്റവും കൂടുതൽ. അതെ, രാഹുലിനാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. അഖിലേഷ് യാദവ് കനൌജിൽ നേടിയത്, അഖിലേഷ് യാദവ് കനൌജിൽ നമുക്കറിയാമല്ലോ BJP ആയിരുന്നു, BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. സുബ്രത് പഥക് 2019 ജയിച്ച സീറ്റാണ്. അവിടെയാണ് അഖിലേഷ് യാദവ് 1,70,922 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി ജയിക്കുന്നത്. കിശോരിലാൽ ശർമ്മയിലേക്ക് വരാം. 1,67,196 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിശോരിലാൽ ശർമ്മയ്ക്ക് പോലും കിട്ടിയത്. അതിനും പിറകിൽ, ശർമ്മയ്ക്കും പിറകിൽ 1,52,513 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രം നേടിയാണ് നരേന്ദ്രമോദി ഇക്കുറി ജയിച്ച് പാർലമെൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ എത്രയാ ഭൂരിപക്ഷം കുറഞ്ഞത്? 3,26,992 വോട്ടിൻ്റെ ഡിഫറൻസ് ആണ് ഭൂരിപക്ഷത്തിൽ 2019 നിന്നും 2024 എത്തുമ്പോൾ മോദിക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ വാരാണസി പോലുള്ള മണ്ഡലത്തിൽ നരേന്ദ്രമോദി സാങ്കേതികമായി ജയിച്ചു എന്നേ പറയാനാകൂ. പക്ഷെ സ്വന്തം മണ്ഡലത്തിൽ പോലും ജനസമ്മതി നഷ്ടപ്പെട്ട പ്രധാനമന്ത്രിയാണ് അപ്പുറത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ആ നരേന്ദ്രമോദിക്ക് മുന്നിൽ ഇപ്പോൾ എത്രയോ ഇഞ്ച് നെഞ്ചളവ് എന്ന് മോദിയെക്കുറിച്ച് പറയാറുണ്ടല്ലോ. അപ്പോൾ ആ നെഞ്ചളവ് ഇപ്പോൾ തിരിച്ചുള്ളത്
രാഹുൽ ഉൾപ്പെട്ട പ്രതിപക്ഷ നേതൃനിരയ്ക്കാണ്. ആ കോൺഫിഡൻസ് ഇപ്പോൾ രാഹുൽ ആകട്ടെ ആരാകട്ടെ നായകൻ ആര് വന്നാലും ആ കോൺഫിഡൻസ് ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് നയിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പുറത്ത് ഇപ്പോൾ ഈ NDA യോഗത്തിൻ്റെയൊക്കെ വിഷ്വൽസ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു സായി. കാരണം ഒട്ടും ആത്മവിശ്വാസമില്ല മോദിയുടെ മുഖത്ത്. അപ്പുറത്ത് ചന്ദ്രബാബു നായിഡു ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് നിതീഷ് ഇരിക്കുന്നുണ്ട്. സാധാരണ ഇത്തരം യോഗങ്ങളിലൊക്കെ അക്ഷോഭ്യനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അതല്ലെങ്കിൽ ആരെയും കൂസാതെ ഇരിക്കുന്ന നരേന്ദ്രമോദിയെയാണ് നമ്മൾ കാണുക. പക്ഷേ എവിടെയാണെന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കേണ്ടി വരും. അപ്പോൾ മറ്റുള്ളവർ ഒപ്പമിരിക്കുന്നവർ മോദിയോട് സംസാരിക്കാൻ വല്ലാതെ വിനയമൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നതായിട്ട് പല വിഷ്വൽസിലും നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഇത്തവണ എന്താ സാഹചര്യമുണ്ടാക്കി സമയമുണ്ടാക്കി മോദി ചന്ദ്രബാബു നായിഡുവിനോട് അങ്ങോട്ട് സംസാരിക്കുകയാണ്, നിതീഷ് കുമാറിനോട് അങ്ങോട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ആത്മവിശ്വാസമില്ലാത്ത ഒരു നരേന്ദ്രമോദിയെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. അവിടേക്കാണ് തക്കം കിട്ടിയാൽ, ഇപ്പോൾ തുടക്കത്തിലെടുത്തൊരു തീരുമാനമുണ്ടല്ലോ ഇന്ത്യ സഖ്യം, ആ തീരുമാനത്തിന് കൊടുക്കണം കയ്യടി. അതായത് ഇപ്പോൾ കേവല ഭൂരിപക്ഷമില്ല, അതുകൊണ്ട് അനാവശ്യമായ തിടുക്കം സർക്കാർ രൂപീകരിക്കാൻ കാണിക്കേണ്ടതില്ല. സമയം വരുമ്പോൾ സാഹചര്യം വരുമ്പോൾ ശ്രമിക്കാം. ആ തീരുമാനം എത്രയോ പക്വതയാർന്ന തീരുമാനമാണ്. ആ പക്വതയും ആത്മവിശ്വാസവും ഇന്ത്യ സഖ്യത്തെ ഏറെ ദൂരം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് തുടക്കത്തിൽ എനിക്ക് പറയാം. അതെ, ആ ഒരു തീരുമാനം മാത്രമല്ല സുബീഷ്, നോക്കൂ, ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇന്ത്യ മുന്നണി എങ്ങനെയാണ്? ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിക്കാതെയാണ്. ഒരു രാഹുൽ ഗാന്ധിയല്ല, ഒരു കൂട്ടം നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. യു.പിയിൽ അഖിലേഷ്, ബീഹാറിൽ തേജസ്വി, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ, ഡൽഹിയിൽ കെജ്രിവാൾ, ബംഗാളിൽ മമത, ഇങ്ങനെ ഒരു കൂട്ടം നേതാക്കൾ. നമ്മൾ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഓരോ ഇടത്തു നിന്നും നരേന്ദ്രമോദിക്കെതിരെ ഉദയം കൊണ്ട ഓരോരോ നേതാക്കളാണ്. രാഹുൽ ഗാന്ധി അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ ഒരു തീരുമാനം, അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം മതി പ്രധാനമന്ത്രി ആരാകും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരാകും എന്ന ഒരു തീരുമാനം പോലും ഈ വിജയത്തിൽ പ്രധാന ഘടകമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2014-ലും 2019-ലും രാഹുലിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് മോദിക്കെതിരെ ഒരു രാഹുൽ എന്ന രീതിയിലാണ് ക്യാമ്പയിൻ പോയതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഒരുപാട് നേതാക്കളെ മുന്നിൽ നിർത്തി വലിയൊരു സൈന്യമായി തന്നെയാണ് സർക്കാരിനെ നരേന്ദ്രമോദിയെ നേരിട്ടത്. അദ്ദേഹത്തെ ക്ഷീണിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ വിജയം മാത്രം നരേന്ദ്രമോദി നേടിയിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രതിപക്ഷ നിരയുടെ പ്രധാനപ്പെട്ട കരുത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണി ഈ വിധം തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നത്, അതായത് തിടുക്കത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കേണ്ടതെന്ന് തന്നെയാണ് അവരുടെ തീരുമാനം എന്നറിയുന്നു. പക്ഷേ ചില പാർട്ടികൾക്ക് ഇപ്പോൾ തന്നെ വേണം എന്നൊക്കെയുണ്ട്. പക്ഷേ അഖിലേഷിനും രാഹുൽ ഗാന്ധിക്കുമൊക്കെ സ്ഥിരതയാർന്നൊരു പ്രതിപക്ഷമാകട്ടെ എന്നുള്ളൊരു നിലപാട് തന്നെയാണുള്ളത്. പക്ഷേ അപ്പുറത്ത് നൂൽപ്പാലത്തിലൂടെയാണ് ആ സർക്കാർ കടന്നു പോകുന്നത്. ഏത് നിമിഷവും വീഴുകയും ചെയ്യാം. ഞാൻ ഇപ്പോഴും കരുതുന്നു സുബീഷ്, നമുക്ക് കോൺഗ്രസ് എന്ന പാർട്ടിയെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ജീവൻ കിട്ടിയ അവസ്ഥയാണ്. അതായത് മൃതപ്രായമായ ഒരു പാർട്ടി വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തി. അതിൽ രാഹുൽ ഗാന്ധിയുണ്ട്, അതോടൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പുതിയ അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹം കൈക്കൊണ്ട കുറേ അധികം നടപടികളുണ്ടല്ലോ, അതൊക്കെ കോൺഗ്രസിന് ജീവൻ നൽകിയിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ്. ഈ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് അതാണ് സായി. ഇപ്പോൾ വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്ക് ഇക്കുറി കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ബംഗാളിൽ പോലും ഇപ്പോൾ മമതാ ബാനർജിയെ പിണക്കാതിരിക്കാൻ കോൺഗ്രസ് ആവതും ശ്രമിച്ചിട്ടുണ്ട്. അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അധിർ രഞ്ജൻ ചൗധരിക്കും മമതയ്ക്കും ഇടയിൽ മാത്രമാണ്. അപ്പോഴും അധിർ രഞ്ജൻ ചൗധരിയെ നിയന്ത്രിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ നോക്കുമ്പോൾ ഈ വിട്ടുവീഴ്ചകൾ സീറ്റ് വിഭജനത്തിലൊക്കെ ചെറിയ കല്ലുകടികൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ വലിയ തോതിൽ ഇപ്പോൾ യു പി മാത്രം ഉദാഹരണമായിട്ടെടുക്കാം. യു പിയിൽ ഈ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് തയ്യാറായതിൻ്റെ ഏറ്റവും ഇമ്പമാർന്ന റിസൾട്ടാണല്ലോ യു പി നൽകിയത്. ഇപ്പോൾ 62 സീറ്റ്, 2014 BJPക്ക് ഉണ്ടായിരുന്നത് 72 സീറ്റാണ്. 2019 വരുമ്പോൾ 62 ചുരുങ്ങി. പക്ഷേ അപ്പോഴും വലിയ നഷ്ടമില്ല, 10 സീറ്റ് കുറഞ്ഞെങ്കിലും ഔട്ട് ഓഫ് 80 62 BJPക്ക് ഉണ്ട്. ഇപ്പോഴെന്താണ് അവസ്ഥ? ഈ 62-ൽ നിന്നും 33-ലേക്ക് BJPയെ ചുരുട്ടിക്കൂട്ടി ഒരു മൂലക്കിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് കാണിച്ച സീറ്റ് ധാരണയിൽ കാണിച്ച ഒരു വലിയ വിട്ടുവീഴ്ചയുടെ റിസൾട്ട്
റിസൾട്ടാണ്. ഗുജറാത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. ഹരിയാനയിൽ 10-ൽ 10 BJPക്ക് ഉണ്ടായിരുന്നത് 5 സീറ്റ് കോൺഗ്രസ് പിടിച്ചു. അപ്പോൾ വലിയ അളവിൽ ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് പാർട്ടി തയ്യാറായി എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇത്രയും ഒരു വലിയ കുതിപ്പുണ്ടാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു യഥാർത്ഥ സൗന്ദര്യത്തിലേക്കും എല്ലാം ഞാൻ തന്നെയാണ്, ഞാനാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ, ഞാൻ ദൈവം തന്നെയാണ് എന്ന് പറയുന്ന ഒരാളെ നേരിടാൻ പരമാവധി സീറ്റുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് ഒരു വലിയ റിസ്ക് എടുത്തുകൊണ്ട് കോൺഗ്രസ് ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് നല്ല റിസൾട്ട് ഉണ്ടാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും പ്രതിപക്ഷ നിരയെ നയിക്കാൻ എത്തുന്നത് എന്നറിയുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം റായ്ബറേലിയാണോ കേരളത്തിൽ നമ്മുടെ വയനാടാണോ അദ്ദേഹം നിലനിർത്താൻ പോകുന്നത് എന്നാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം വയനാട് സീറ്റായിരിക്കും ഒഴിയാൻ പോകുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോഴും ഏത് കാലാവസ്ഥയിലും ഭദ്രമായിട്ടുള്ളൊരു മണ്ഡലമാണ് വയനാട്. പക്ഷേ റായ്ബറേലി അങ്ങനെയല്ല. UP-യിൽ അമ്പേ തകർന്നടിഞ്ഞ പാർട്ടിക്കൊരു ജീവൻ വെച്ചൊരു വിജയമാണ് ഇത്തവണ രാഹുൽ അവിടെ നേടിയത്. അത് നിലനിർത്തണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ തുടർന്നേ പറ്റൂ. അപ്പോൾ സായി, ഞാൻ പറയുന്നത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2019 കണ്ട രാഹുലിനെ അല്ല ഇപ്പോൾ 2024 നമ്മൾ കാണുന്നത്. എന്തൊക്കെ അവഹേളനങ്ങൾ രാഹുൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലൊന്നും കാണേണ്ടതില്ല, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ പോലും അയാളെ വിളിക്കാൻ പാടില്ലാത്ത രീതിയിൽ പോലും ഇപ്പോൾ അമൂൽ ബേബി എന്നോ പപ്പു എന്നോ ആ രീതിയിലൊക്കെ ഒരു പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയെ ആ രീതിയിലൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത്തരം ചീപ്പായ പരാമർശങ്ങൾ നേരിടുന്നു, അവഹേളനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു രാഹുൽ കടന്നുപോയത്. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ. ഇപ്പോൾ ഈ തവണത്തെ തന്നെ കണക്ക് നോക്കൂ, രാഹുലിൻ്റെ യാത്ര കടന്നുപോയ 41 മണ്ഡലങ്ങളിൽ ആണ് കോൺഗ്രസ് വിജയിച്ചത്. ആകെ തകർന്നടിഞ്ഞ ഒരു പാർട്ടിയാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും വലിയ തിരിച്ചടി നേരിട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഭാരത് ജോഡോ യാത്രയിലൂടെ ഒരു വലിയ ആവേശം കോൺഗ്രസ് പ്രവർത്തകരിൽ, കോൺഗ്രസ് അണികളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഈ യാത്രയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അവിടെയും മോദിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ രീതിയിലുള്ളൊരു താരതമ്യപ്പെടുത്തലിലേക്ക് പോവുകയല്ല. നരേന്ദ്രമോദി ഇപ്പോൾ 2024 മാർച്ച് 16 മുതൽ മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ 164 മണ്ഡലങ്ങളിൽ 77 മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥികൾ തോറ്റു. അവിടെയാണ് ഭാരത് ജോഡോ യാത്ര കടന്നുപോയ 41 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചു എന്ന് ഞാൻ പറയുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അല്ല, ഒരിക്കലുമല്ല. രാഹുൽ എന്ന നേതാവിനെ, ഇന്നത്തെ രാഹുൽ ഗാന്ധിയെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ ഇപ്പോഴത്തെ ഭാരത് ജോഡോ യാത്രകൾക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 2 യാത്രകളാണ് അദ്ദേഹം നടത്തിയിട്ട്. അതിലൂടെ വലിയ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് സുബീഷ് യാത്ര കടന്നുപോയ വഴികളിൽ നേരത്തെ പറഞ്ഞതുപോലെ 41 കോൺഗ്രസിന് ഗംഭീരമായി തിരിച്ചു വരാനും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ യാത്ര തുടങ്ങുമ്പോൾ എന്തായിരുന്നു കോൺഗ്രസിൻ്റെ അവസ്ഥ? അടിത്തറ പോലും നഷ്ടപ്പെട്ട് അണികളൊക്കെ ആകെ നിരാശരായി നിൽക്കുന്ന ഒരു സമയത്താണ് പാർട്ടി ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നത്. ഇന്ത്യ അറിയാൻ വേണ്ടി രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ടെത്തുക എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇത്തരമൊരു യാത്ര രാഹുൽ സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു, കാൽനടയായി ഇത്ര ദൂരമൊക്കെ സഞ്ചരിക്കുക, അത് എല്ലാ ദിവസവും കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്ന എത്രമാത്രം ദുർഘടമാണ് എന്ന്. പക്ഷേ ഈ 2 യാത്രകളും വളരെ വിജയകരമായി വിജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കഴിയുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു. ആദ്യം അവർ മനസ്സിലാക്കിയത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ്. അവിടെ നരേന്ദ്രമോദി നേരിട്ട് വന്ന് ക്യാമ്പയിൻ നടത്തിയിട്ടും തമ്പടിച്ച് പ്രചാരണം നടത്തിയിട്ടും കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുന്നു. അവിടെ അതിന് തൊട്ട് മുൻപ് രാഹുൽ നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നാണ് ഒടുവിൽ കോൺഗ്രസ് വിലയിരുത്തിയത്. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ നടന്ന വഴികളിൽ കോൺഗ്രസ് വിജയം നേടിയിട്ടുണ്ടെങ്കിൽ ഈ ഭാരത് ജോഡോ യാത്ര നിശ്ചയമായും ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഊർജം പ്രവർത്തകരെ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും. യാത്രയുടെ 2ാം ഘട്ടത്തിലേക്ക് വന്നാൽ സായി, അത് ഈ 2ാമത്തെ യാത്ര ഞാൻ പറയുകയാണെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ മെസ്സേജ് നൽകൽ കൂടിയായിരുന്നു, രാജ്യത്തിന് മാത്രമല്ല ലോകത്തിനാകെയും. കാരണം അത് മണിപ്പൂരിൽ നിന്നാണ് ഭാരത് ജോഡോ യാത്രയുടെ 2ാം ഘട്ടം ആരംഭിക്കുന്നത്. മണിപ്പൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റും കോൺഗ്രസിനാണ് കിട്ടിയത്. വലിയ തിരിച്ചടി മണിപ്പൂരിൽ BJPക്ക് നേരിടുകയുണ്ടായി. പ്രധാനമന്ത്രി
ഒരിക്കൽ പോലും പോകാതിരുന്ന മണിപ്പൂരിൽ നിന്ന് രാഹുൽ ആ യാത്ര ആരംഭിക്കുകയാണ്. പാർലമെന്റിൽ 2.5 മണിക്കൂർ സംസാരിച്ചപ്പോൾ വെറും 5 മിനിറ്റിൽ താഴെ മാത്രം പ്രധാനമന്ത്രി, അതും മുഖ്യ വിഷയങ്ങളിലേക്ക് കടന്നു പോകാതിരുന്ന പ്രധാനമന്ത്രി, ഒട്ടും പരാമർശിക്കാതിരുന്ന ആ മണിപ്പൂരിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയുടെ 2ാമത്തെ യാത്ര ആരംഭിക്കുന്നത്. 100 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് ആ യാത്ര കടന്നു പോകുന്നത്. 337 നിയമസഭാ മണ്ഡലങ്ങൾ ആ യാത്ര കവർ ചെയ്യുന്നു. 68 ദിവസം രാഹുൽ സഞ്ചരിച്ചത് 15 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ 49 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 17 ഇടത്ത് വിജയിച്ചു. 2019 71 മത്സരിച്ചിട്ടും ആകെ കിട്ടിയത് 6 മാത്രമാണ്. അപ്പോൾ ഈ യാത്രകളിലൂടെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായിട്ടുള്ള ആവേശം ചെറുതല്ല. അതൊക്കെ ഈ മുന്നേറ്റത്തിന് കാരണമായി. അതെ, ഇപ്പോൾ 2ാമത്തെ യാത്ര നടന്നു തീർത്തത് 6713 കിലോമീറ്ററാണ് 2ാമത്തെ യാത്ര ഉണ്ടായിരുന്നത്. ആദ്യത്തെ യാത്ര നോക്കൂ, പിന്നെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ, അതും 12 സംസ്ഥാനങ്ങളിലെ 71 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോയി 150 ദിവസമാണ് ഈ യാത്ര നീണ്ടു നിന്നത്. അത് 3500 കിലോമീറ്റർ നടന്നാണ് രാഹുൽ ഗാന്ധി തീർത്തത്. അപ്പോൾ അദ്ദേഹത്തിന് വന്നിട്ടുള്ള രൂപപരിണാമം, താടി വെച്ച രാഹുൽ ഗാന്ധിയൊക്കെ ഇപ്പോഴും, ഒരുപക്ഷെ നമുക്ക് രാഹുൽ ഗാന്ധി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യം കിട്ടുന്നത് ഈ ഭാരത് ജോഡോ യാത്ര സമയത്ത് വന്നിട്ടുള്ള ഓരോ ചിത്രങ്ങളാണ്. അതായത് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിന് കൂടി കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒപ്പം തന്നെ സംഘടനയും ചലിച്ചിട്ടുണ്ട് അതോടൊപ്പം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിപ്പോൾ മെട്രോയിൽ കയറുന്നു, ബസ്സിൽ കയറുന്നു, അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുന്നു. ഇതൊക്കെ രാജ്യത്തിൻ്റെ എല്ലായിടത്തും ഈ നവമാധ്യമങ്ങളിലൂടെ എത്തിക്കുന്നതിലും അതിൻ്റെ സന്ദേശം ആളുകൾക്ക് കൊടുക്കുന്നതിലും വലിയ വിജയമായിട്ടുണ്ട്. ഇപ്പോൾ മോദി മീഡിയ എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലുകൾ തമസ്കരിച്ചാലും അതിനും അപ്പുറമുള്ള മാധ്യമങ്ങളിലൂടെ അത് ആളുകളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു സായി, ഇപ്പോൾ 1ാം ഘട്ടം തെരഞ്ഞെടുപ്പ് പ്രചാരണം തീർന്ന സമയത്ത് അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നു, അരവിന്ദ് കെജ്രിവാളിൻ്റെ ഡൽഹി സ്പീച്ച് ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ട്വിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കെജ്രിവാൾ ആണ് എന്ന രീതിയിൽ നാം പോലും ചർച്ച നടത്തുകയുണ്ടായി. പക്ഷേ ഈ റിസൾട്ട് വരുമ്പോൾ എന്താണ്, കെജ്രിവാൾ ഇമ്പാക്റ്റ് ഒരിടത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ ഒരു സീറ്റെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് കിട്ടേണ്ടതായിരുന്നു, കിട്ടിയില്ല. പഞ്ചാബിൽ പോലും നല്ല റിസൾട്ട് ഉണ്ടാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ BJP അവിടെ ശിവസേനയെ പിളർത്തി, NCPയെ പിളർത്തി, ഒക്കെ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും BJPക്ക് വലിയ തിരിച്ചടിയാണ് മഹാരാഷ്ട്ര നൽകിയത്. രാജസ്ഥാൻ, അപ്പോൾ മഹാരാഷ്ട്ര, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഗുജറാത്തിൽ BJPക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് കോൺഗ്രസ് അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ യാത്രയുടെ ആവേശം അല്ലെങ്കിൽ യാത്രയുടെ ഇമ്പാക്റ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു തരംഗമായി മാറിയിട്ടുണ്ട്. നാം പ്രതീക്ഷിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം അരവിന്ദ് കെജ്രിവാൾ ഒരു തരംഗമായി മാറും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് വോട്ടെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. പകരം ഭാരത് ജോഡോ യാത്ര ഉണ്ടാക്കിയിട്ടുള്ള റിസൾട്ട് എന്താണ് എന്നുള്ളത് കൃത്യമായും നാം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വോട്ടെണ്ണൽ പൂർത്തിയായി, ജനവിധി പൂർണ്ണമായും കൃത്യമായും നമ്മുടെ വിരൽത്തുമ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ടെലിവിഷൻ സ്ക്രീനുകളിലേക്ക് എത്തിയ നിമിഷം ആണ് രാഹുൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ രാഹുലിൻ്റെ യാത്രകൾ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എത്രത്തോളം ആഴവും വ്യാപ്തിയും ഉള്ളതാണ് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയും. അതെ, ഇതിപ്പോൾ കാൽനടയായി വെറുതെ രാഹുൽ സഞ്ചരിക്കുക മാത്രമല്ലല്ലോ സുബീഷ് ചെയ്ത്. യാത്രയുടെ ഭാഗമായി, ഇപ്പോൾ ആദ്യ യാത്രയുടെ ഭാഗമായി തന്നെ 10ലധികം വലിയ യോഗങ്ങൾ നടക്കുന്നു, 100ലധികം ചെറിയ യോഗങ്ങൾ. അതാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ, ഇപ്പോൾ നരേന്ദ്രമോദി നടത്തുന്നത് പോലെ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വമ്പൻ പൊതുയോഗങ്ങളല്ല, ചെറിയ ചെറിയ ഗ്രാമങ്ങളിലായാലും മറ്റ് പ്രദേശങ്ങളിലായാലും കുറച്ചു മാത്രം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് കൂടി പറയാനുള്ളത് കേട്ട് രാഹുൽ സംസാരിക്കുന്ന ഏകദേശം 100ലധികം ചെറിയ യോഗങ്ങൾ നടന്നു. 13 വാർത്താ സമ്മേളനങ്ങളാണ് ആദ്യ യാത്ര സമയത്ത് നടന്നത്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മെട്രോയിൽ കയറുന്നു, ടെമ്പോയിൽ കയറുന്നു, ആ പ്രദേശങ്ങളിലുള്ള പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നു, ദുരിതമനുഭവിക്കുന്ന ആളുകളോട് നേരിട്ട് സംസാരിക്കുന്നു. അതായത് ഇപ്പോൾ ഒരാൾ സാധാരണക്കാർക്കിടയിലൂടെ സഞ്ചരിക്കുന്നു, മറ്റൊരാൾ ഉടനീളം പറയുന്നത് ഞാൻ ദൈവമാണ്, ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്നുള്ളതാണ്. അപ്പോൾ 2 ഐഡിയോളജികൾ തമ്മിലുള്ള, 2 വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളമാണ് എന്നുള്ളത് ഈ 2 കാഴ്ചകൾ, ഈ 2 ഐഡിയോളജികൾ കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും
ഏതായാലും യാത്രകൾ രാഹുലിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ആ യാത്രകൾ ഇന്ത്യ സഖ്യത്തിന് ഗുണകരമായി മാറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇപ്പോൾ ഒത്തുതീർപ്പുകൾക്ക് നിരന്തരം തയ്യാറാകേണ്ടി വരുന്ന, വഴങ്ങേണ്ടി വരുന്ന ഒരു ഭരണപക്ഷത്തെ, ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കാണുന്നു. അതോടൊപ്പം ഒരു ഒത്തുതീർപ്പിനും തയ്യാറാകാതെ അവസരം വന്നാൽ ഗോളടിക്കാൻ കാത്തു നിൽക്കുന്ന പ്രതിപക്ഷത്തെയുമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നത്. അതായത് കരുത്തുറ്റ പ്രതിപക്ഷം. നേരത്തെ നരേന്ദ്രമോദിയുടെയും BJP-യുടെയും ഒക്കെ വലിയ ശബ്ദത്തിൽ ശബ്ദമില്ലാത്തവരായി പോയ പ്രതിപക്ഷമല്ല ഇത്തവണ പാർലമെന്റിലേക്ക് വരാൻ പോകുന്നത്. അവർക്ക് അവരുടെ അംഗസംഖ്യ കൊണ്ട് തന്നെ സംസാരിക്കാൻ കൂടുതൽ സമയം കിട്ടും. അതായത് രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം കഴിഞ്ഞ 10 വർഷത്തേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ നമ്മുടെ പാർലമെന്റിൽ, രാജ്യസഭയിലും ലോക്സഭയിലും മുഴങ്ങാൻ പോവുകയാണ്. സാങ്കേതികമായി ഒരാൾ മാത്രമായിരിക്കും പ്രതിപക്ഷ നേതാവ്, പക്ഷേ എല്ലാവരും പ്രതിപക്ഷമാകുന്ന ഒരു പ്രതിപക്ഷത്തെയാകും രാജ്യം ഇനി കാണാൻ പോകുന്നത്. ICL Finco, the intelligent choice.